ഗുരുജി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായി നിന്നു പോയെങ്കിലും പെട്ടെന്ന് തന്നെ ഗുരുജി പറന്നു ചെന്ന മൈനക്കുഞ്ഞിനെ തൻ്റെ പുറത്ത് ഏറ്റിയിരുത്തി നേരെ ചേലമരത്തിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു, പറക്കമിറ്റാത്ത കുഞ്ഞുങ്ങളാണ് നിങ്ങൾ, അവിവേകം കാണിച്ച് പറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞൻ്റെ അരികിൽ തന്നെ ഇരുത്തി. അതിനുശേഷം ഗുരുജി ക്ലാസ്സുകൾ പുനരാരംഭിച്ചു. മൈനക്കുഞ്ഞിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ ഗുരുജി ക്ലാസ് പുനരാരംഭിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? 15 സ്വരാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ആ മുതൽ ആ വരെ 15 സ്വരാക്ഷരങ്ങൾ പഠിച്ചു, 25 വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ എന്ത് പഠിച്ചു? 11 മധ്യാക്ഷരങ്ങൾ. ഒരു സെക്കൻഡ് കേട്ടോ. അങ്ങനെ നമ്മൾ 51 അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ കുഞ്ഞുങ്ങളെ? എന്നാൽ സ്വരാക്ഷരങ്ങളിൽ ഈ അക്ഷരങ്ങളായി പരിഗണിക്കുന്നില്ല. ഒന്ന് അനുസ്വാരവും മറ്റൊന്ന് വിസർഗവുമാണെന്നൊക്കെ പഠിച്ചില്ലേ എന്ന് ഗുരുജി കുഞ്ഞുങ്ങളോടൊക്കെയായി ചോദിച്ചു. എന്ത് പറ്റി? സൂസുനെ കാണാനില്ല. ഒന്നും പറയും ചെയ്തില്ല. ഞങ്ങൾ ഇവിടെ കൊറേ നോക്കി, പക്ഷെ സൂസുനെ കാണാനില്ല. എവിടെ ഇല്ല. അയ്യോ, ഞാനൊന്ന് നോക്കിട്ട് വരാം കേട്ടോ. എന്നാൽ ഈ സൂസു ഒരു വാക്ക് പോലും പറയാണ്ട് പെണ്ണിട്ട് പോയിട്ടുണ്ടായിരിക്കുക. ആകെ കൂടി തലവേദന ആവുന്നുണ്ടല്ലോ. അറിഞ്ഞില്ലപ്പോ? ഷാജി സാർ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലേ? നമ്മുടെ സൂസുവിനെ കാണാനില്ല. രാവിലെ മുതൽ തേടി നടക്ക. ഞാൻ തേടേണ്ട എല്ലാ സ്ഥലത്തും പോയി നോക്കി, ഒരു വിവരവും ഇല്ല. എന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? എങ്ങനെയാന്ന് വെച്ചാല് ഇന്നലെ രാത്രി നമ്മുടെ ഷാജി സാറെ കൂടെ പോയിരിക്കണ്ടായിരുന്നു. ഞാൻ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് കഥ ഫുള്ളായിട്ട് കേൾക്കണം, ഞാൻ ആദ്യം കേട്ടിട്ട് ബാക്കിയുള്ളവർ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആദ്യം പോയിട്ട് ഷാജി സാറിന്റെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിവരമില്ല. അതാണ് ഓടിക്കഴിച്ച് ഷാജി സാറിനോട് ചോദിച്ചത്. സാർക്കും അറിയില്ല. കുറച്ച് ദിവസമായിട്ട് സൂസുവിന് എന്തോ മാറ്റങ്ങളൊക്കെ ഉണ്ട്. സൂസുവിനെ കഥയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ്. എന്താ സംഭവം എന്നറിയില്ല. എന്തോ മാറ്റങ്ങൾ അവിടെ സൂസുവിൽ ഉണ്ടായിട്ടുണ്ട്. സത്യം, അവൻ ഇങ്ങനെ ഈ കഥയും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞിനെ കാണാൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തായിരിക്കും ഏത് വഴി പോയി ഉണ്ടായിരുന്ന? ഫ്രണ്ട് കൂടെ പോയി. റോട്ടിക്ക് ഇറങ്ങിയപ്പോ അവൻ ഇങ്ങോട്ട് പോയി. ഞാൻ നോക്കിയപ്പോ എന്നെ നോക്കി ചിരിച്ചിട്ട് പോയി. ഈ റോട്ടിലേക്ക് പോയോ? അവൻ അതിനും പോവാറില്ലല്ലോ. അവ ഈ പരിസരത്ത് തന്നെയല്ലേ നടക്കാറ്. മനസ്സിൽ മുപ്പര് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവനാണെങ്കിൽ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒന്നും അറിയില്ലല്ലോ. അവന് വഴിയൊന്നും അറിയില്ല. എന്താ ചെയ്യാ? നമുക്കൊന്ന് പുറത്തു പോയി അന്വേഷിച്ചു നോക്കാം. വിഷമത്തോടെ ആയിരിക്കും കത്ത് വായിക്കുന്നേ എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കുറേ ദിവസമായി ഉറങ്ങിയിട്ട്. ഞാൻ കണ്ണടയ്ക്കുന്ന സമയത്ത് എന്റെ സ്വപ്നങ്ങളിൽ മുഴുവൻ ആ കിങ്ങിണിക്കാടാണ്. നമ്മുടെ ഗുരുജി തത്തയും കുഞ്ഞനും ഇരട്ടവാളനും അങ്ങനെ നമ്മുടെ കാട്ടിലെ ഒത്തിരി കൂട്ടുകാർ. അപ്പൊ അന്ന് മുതലേ എന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്കൊരു സമയവും സന്ദർഭമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കിങ്ങിണി കാട്ടിലോട്ട് പോയാലോന്ന്. പക്ഷെ നിങ്ങളോട് എല്ലാവരോടും പറയാതെ പോയതില് എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ സോറി പറയാം. കാരണം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ പുറത്ത് ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോവാന്ന് തീരുമാനിച്ചത്. ഇനി ഷാജി സാറിനോട് എന്റെ ഒരു പ്രത്യേക സോറി പറയണേ. കാരണം എനിക്ക് പോകുന്ന സമയത്ത് ചെലവിന് വേണ്ടിയിട്ട് ഷാജി സാർ അറിയാതെ ഷാജി സാറ് പോക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് കിങ്ങിണി കാട്ടിലോട്ടൊക്കെ പോയി വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തില് ഷാജി സാറിന് തരാനുള്ള പൈസ ഞാൻ ബാക്കി തിരിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കണ്ട. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിനി വന്നിട്ട് എല്ലാവരും കാണുന്നതാണ്. ഇനി ഗുരുജി തത്തനെയും കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം ഞാൻ പറയാം കേട്ടോ. അപ്പൊ ബൈ ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം സൂസു. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, 10ാമത്തെ എപ്പിസോഡോടുകൂടി താൽക്കാലികമായി നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ സുസുവിനെ കാണാനില്ല. സുസുവിനെ തേടിയുള്ള യാത്രയിലാണ് എല്ലാവരും. താൽക്കാലികമായി ഈ കഥ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഒത്തിരി നന്ദി പറയാനുള്ള എൻ്റെ കുഞ്ഞു മക്കളോടാണ്, ഒപ്പം നിങ്ങളുടെ രക്ഷിതാക്കളോട്. ഈ 10 എപ്പിസോഡും ഒരു നല്ല വിജയമാക്കിയതിന് എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്
അതിമനോഹരമായിരുന്നു. ഓരോ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴും കൂടുതൽ എഴുതാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ ഒരു നല്ല ടീമായി ഒന്നിച്ച് നിങ്ങളുടെ അടുത്തെത്തി. അത് നിങ്ങൾ ഒരു വൻ വിജയമാക്കി. തുടർന്നും നിങ്ങളുടെ ഈ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നന്ദി മക്കളെ. കിങ്ങിണിക്കാട്ടിലെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കിങ്ങിണിക്കാട്ടിലെ അക്ഷരമൊട്ടുകൾ എന്ന് പറയുന്ന ഈ കഥയിലൂടെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ നമ്മുടെ ഗുരുജി തത്ത ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞനുണ്ടായിരുന്നു, നമ്മുടെ ഇരട്ടവാലൻ, മൈനപ്പെണ്ണ്, അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളൊക്കെ നമ്മൾ വളരെ രസകരമായിട്ട് ഈ കഥയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 10 എപ്പിസോഡ് വരെ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സൂസു കിങ്ങിണിക്കാട്ടിലോട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ ഗുരുജി തത്തിനെയും കുഞ്ഞിനെയൊക്കെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാട്ടിലോട്ട് പോയിരിക്കുകയാണ്. അവനെക്കുറിച്ച് വേറെ വിവരമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമാണ് നമുക്ക് വളരെ വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ കഥയും അതുകൂടാതെ നിങ്ങളുടെ സപ്പോർട്ടിങ്ങും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ മക്കളെ, നമുക്കിതാ കിങ്ങിണിക്കാട്ടിലെ അക്ഷരമൊട്ടുകൾ എന്ന് പറയുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് നമ്മുടെ ഷാജി സാറാണ് അല്ലേ. അപ്പോൾ ഒരുപാട് കാട്ടിലുള്ള മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ സാറ് നല്ല ഗംഭീരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇതാ ഈ ഒരു അവസരത്തിൽ മിസ് നമ്മുടെ ഷാജി സാറിന് അടിപൊളിയായിട്ട് നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ കിങ്ങിണിക്കാട്ടിലെ അക്ഷരമൊട്ടിലൂടെ ഒരുപാട് നമ്മൾ എപ്പിസോഡ്സ് കണ്ടു. അതിൽ ഒത്തിരി വാക്കുകളും നമ്മുടെ സ്വരാക്ഷരം, വ്യഞ്ജനാക്ഷരങ്ങൾ, അത് ചേർത്തുള്ള വാക്കുകളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന, കുഞ്ഞു മക്കൾക്കല്ല വലിയ ആൾക്കാർക്ക് വരെ എപ്പോഴും തെറ്റിപ്പോകുന്ന വാക്കുകൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഉച്ചരിക്കണമെന്ന് നമ്മൾ പഠിച്ചു ഈ ഓരോ എപ്പിസോഡിലൂടെ. കഥ അവസാനിച്ചെന്ന് കരുതി മക്കൾ നമ്മുടെ എപ്പിസോഡ് കാണുന്ന ഒന്നും നിർത്തരുത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു. ഒപ്പം തന്നെ കുറേ അധികം വാക്കുകൾ നമ്മൾ നോക്കിയില്ലേ. അപ്പം ഇപ്പോൾ വെക്കേഷനായിട്ട് ചിലപ്പോൾ ചില മക്കളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ ഈ ഒരു കുട്ടി കഥ ഇറങ്ങിയിരിക്കുന്ന കാര്യം. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഈ എപ്പിസോഡ്സ് ഒക്കെ കാണുക. അതുപോലെ തന്നെ ഓരോ വാക്കുകളും വീണ്ടും സെർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, മറ്റു കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കുട്ടിക്കഥ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും, ഇത് കണ്ട മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയുടെ ഒരു നന്ദി പറയുകയാണ്.